ാണ് പത്തനംതിട്ട കെ നായർ ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം ഓഗസ്റ്റോടെ പൂർത്തിയാക്കാൻ സർക്കാർ ലക്ഷ്യമിടുമ്പോൾ പദ്ധതിയെ വിമർശിച്ച UDF ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗം പ്രഹസനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മൺസൂൺ ശക്തമാകുന്നതിന് മുമ്പ് സ്റ്റേഡിയം മണ്ണിട്ട് നികത്തണമെന്ന മന്ത്രിയുടെ നിർദ്ദേശം അപ്രായോഗികമാണെന്ന് പത്തനംതിട്ട നഗരസഭ UDF കൗൺസിലർമാർ വ്യക്തമാക്കി. 47.92 കോടി രൂപയാണ് കെ നായർ സ്പോർട്സ് കോംപ്ലക്സിനായും ബ്ലസൻ ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിനായും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി വകയിരുത്തിയിട്ടുള്ളത്. കായിക വകുപ്പിന് കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ്, കായിക വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, കിഫ്ബി ഉദ്യോഗസ്ഥർ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം സെക്രട്ടേറിയറ്റിൽ വിളിച്ചു ചേർത്തിരുന്നു. ജില്ലാ സ്റ്റേഡിയത്തിലെ താഴ്ചയുള്ള ഭാഗങ്ങളിൽ മണ്ണിട്ട് നികത്തുന്ന പ്രവർത്തനങ്ങൾ മൺസൂൺ ശക്തമാകുന്നതിന് മുമ്പായി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. യോഗം പ്രഹസനമാണെന്ന് പത്തനംതിട്ട നഗരസഭ UDF കൗൺസിലറും DCC വൈസ് പ്രസിഡന്റുമായ സുരേഷ് കുമാർ ആരോപിച്ചു. എന്താണ് പദ്ധതി, എത്ര ലോഡ് മണ്ണിടുന്നു, എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും ചെയ്യാതെ മന്ത്രിയും ഈ ഊരാളുങ്കൽ സൊസൈറ്റിയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീരും മുമ്പ് ജില്ലയിൽ ഒരു കിഫ്ബി പദ്ധതിയും പൂർത്തീകരിക്കാൻ പോകുന്നില്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞു. എന്തായാലും ഇത് ഉടനെയൊന്നും തീരാൻ പോകുന്ന ഒരു പ്രക്രിയയല്ല. പത്തനംതിട്ടയിലെ അബാൻ മേൽപ്പാലം പോലെയും മാരമൺ പാലം പോലെയും അനന്തമായി നീളാൻ പോകുന്ന ഒരു പരിപാടിയാണ്. 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ, നീന്തൽക്കുളം, പവലിയൻ, ഗാലറി ബിൽഡിംഗ്, പാർക്കിംഗ്, ഡ്രൈനേജ്, വാട്ടർ സപ്ലൈ, സ്യൂവേജ് എന്നിവയുൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്റ്റേഡിയമാണ് ലക്ഷ്യമിടുന്നത്. 2025 ഓഗസ്റ്റോടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.